നിങ്ങളുടെ നാളെ 1200 മിഥുനമാസം 6-ാം തീയതി, അതായത് 2025 ജൂൺ മാസം 20-ാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ച. നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:08 അസ്തമയം വൈകിട്ട് 6:48 നാളെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം കാലത്ത് 10:30 മുതൽ 12 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയം. ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു. നാം ശുഭകാര്യങ്ങൾക്ക് ഒക്കെ തന്നെ സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രം. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ നവമി തിഥിയാകുന്നു. കാലത്ത് 10 മണി വരെ. നവമി വെളുത്തപക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. നാം ശുഭകാര്യങ്ങൾക്ക് സാമ്പത്തികമായ വിഷയങ്ങൾക്ക് സ്വീകരിക്കാറില്ല. 10 മണി മുതൽ കറുത്തപക്ഷത്തിലേതായാലും ദശമി തിഥിയാണ്. പ്രായണ ദശമി സാമ്പത്തിക വിഷയങ്ങൾക്ക് നാം സ്വീകരിക്കാം. പക്ഷെ നാളത്തെ ദിനത്തിനൊരു പ്രത്യേകതയുണ്ട്. നാളത്തെ രേവതി നക്ഷത്രം വാങ്ങാനും കൊടുക്കാനും നല്ല നക്ഷത്രമല്ല. കൃത്രിക ഭാഗ്യ മൂലാശ്ച മകാ ചിത്രാച്ച രേവതി. കാർത്തിക ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി ശുഭ നക്ഷത്രങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും ആദാതവ്യം ന ദാതവ്യം തച്ഛേഷന്തു വിനശ്യതി. വാങ്ങാനും കൊടുക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയുന്നു. അതുകൊണ്ട് ദുർബലമായ തിഥിയാണ്. വാങ്ങൽ കൊടുക്കൽ പ്രക്രിയകൾക്ക് നല്ല ദിവസമല്ല. മറ്റ് എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ഈ നക്ഷത്രം ഉപയോഗിക്കാം. നാളത്തെ ശുഭമുഹൂർത്തവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് 1:08 മുതൽ 3:08 വരെയുള്ള 2 മണിക്കൂർ സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ്. നാളെ രേവതി നക്ഷത്രമാകയാൽ നാളെ നിങ്ങൾക്ക് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ, വെള്ളിയാഴ്ചയാണ്, അതിനാൽ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടായി അവിടെ ദേവന് സമർപ്പിക്കാവുന്നതാണ്. ഓം ലക്ഷ്മി നരസിംഹമൂർത്തയേ നമഃ എന്ന മന്ത്രവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അങ്ങേയറ്റം ശക്തിയെ, ഊർജത്തെ പ്രദാനം ചെയ്യുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശോഭനമായ നല്ല ഒരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.